ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റൽ കാർബണൈൽസ് എന്ന ഭാഗമാണ്. എന്താണ് മെറ്റൽ കാർബണൈൽസ്? അതായത് ട്രാൻസിഷൻ മെറ്റൽസിൽ അയൺ, കൊബാൾട്ട്, നിക്കൽ എന്നീ മെറ്റലുകൾ, അത് മാത്രമല്ല മെയിനായിട്ട് അയൺ, കൊബാൾട്ട്, നിക്കൽ മുതലായ മെറ്റലുകളുടെ കൂടെ കാർബൺ മോണോക്സൈഡ്, അതായത് കാർബണൈൽ ഗ്രൂപ്പ് എന്ന ലിഗാൻഡ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ മെറ്റൽ കാർബണൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് തന്നെയാണ്, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത അതിനകത്തുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? കൂടുതലായിട്ടും ട്രാൻസിഷൻ മെറ്റലുകളിലെ അയൺ, കൊബാൾട്ട്, നിക്കൽ എന്നിവയാണ്. ഇനി ഈ മെറ്റലുകളുടെ പ്രത്യേകത അത് അതിൻ്റെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. അതായത് മെറ്റൽസ് എങ്ങനെയാണോ കാണപ്പെടുന്നത്, നാച്ചുറൽ സ്റ്റേറ്റിൽ എങ്ങനെയാണോ കാണപ്പെടുന്നത്, ആ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും മെറ്റൽ കാർബണൈലുകളിലും ഇരിക്കുന്നത്. അത് പ്ലസോ മൈനസോ ഒന്നും, അതായത് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുകയോ അല്ല ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സീറോ വാലൻസിയിലാണ് ഈ ട്രാൻസിഷൻ മെറ്റൽസ് മെറ്റൽ കാർബണൈൽസിൽ കാണപ്പെടുന്നത്. അപ്പം മെറ്റൽ കാർബണൈൽ എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോംഡ് ബിറ്റ്വീൻ സീറോ വാലന്റ് ട്രാൻസിഷൻ മെറ്റൽസ് ലൈക്ക് അയൺ, കൊബാൾട്ട്, നിക്കൽ എക്സെട്ര വിത്ത് ദ കാർബണൈൽ ലിഗാൻഡ്. മെറ്റൽ കാർബണൈലുകളെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മോണോ ന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്നും പോളി ന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ് എന്നും. അതായത് മോണോ ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മെറ്റൽ ആറ്റമേ കാണൂ. പോളി ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിലധികം മെറ്റൽ ആറ്റംസ് കാണപ്പെടുന്നു. നമ്മൾ ആദ്യം നോക്കുന്നത് മോണോ ന്യൂക്ലിയർ മെറ്റൽ കാർബണൈൽസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന ലിഗാൻഡാണ്. അപ്പം നിങ്ങൾ നോട്ടിൽ എഴുതുമ്പം നിക്കൽ ബ്രാക്കറ്റിൽ CO, ഒരു കാര്യം ഓർക്കുക, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ സിയും ഒയും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഒരു C ക്യാപിറ്റലും O സ്മോളും എഴുതിയാൽ അത് കൊബാൾട്ട് ആ ഒരു ലെവലിലേക്ക് പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലിഗാൻഡ് ആവത്തില്ല. അപ്പം കാർബണൈൽ ഗ്രൂപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഷുഡ് റൈറ്റ് ബോത്ത് C ആൻഡ് O ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പം നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന മോണോ ന്യൂക്ലിയർ മെറ്റൽ കാർബണൈലാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതായത് നിക്കൽ എന്ന മെറ്റലിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് 4 കാർബണൈൽ ഗ്രൂപ്പ് അല്ലേ. അപ്പം ഡയറക്ട്ലി അറ്റാച്ചിങ് 4 കാർബണൈൽ ഗ്രൂപ്പ് ടു നിക്കൽ വി ആർ ഗെറ്റിംഗ് നിക്കൽ ടെട്രാ കാർബണൈൽ പ്രൊവൈഡഡ് വി ആർ ഗിവിംഗ് എ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 60 to 100 ഡിഗ്രി സെൽഷ്യസ്. 60 തൊട്ട് 100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് നിക്കലിനകത്തേക്ക് 4 കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റാച്ച് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ പാസ് ചെയ്യിക്കുമ്പോൾ, കാർബൺ മോണോക്സൈഡ് ഗ്യാസിനെ പാസ് ചെയ്യിക്കുമ്പോൾ വി വിൽ ഗെറ്റ് നിക്കൽ ടെട്രാ കാർബണൈൽ. നിക്കൽ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്ന നിക്കൽ പ്ലസ് കാർബണൈൽ ലിഗാൻഡ്, ഇതാണ് ഈ ഒരു കോംപ്ലക്സ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കുകയെ. നിക്കല് അതിൻ്റെ നോർമൽ സ്റ്റേറ്റിൽ 28 എന്നുള്ള അറ്റോമിക് നമ്പർ എടുത്തിട്ട് എഴുതുമ്പോൾ ഇത് ട്രാൻസിഷൻ മെറ്റൽ അല്ലേ. അപ്പം നമുക്കറിയാം D ഓർബിറ്റലും ഇന്നർ D ഓർബിറ്റലും പുറത്തുള്ള S ഓർബിറ്റലും P ഓർബിറ്റലും കാണും. അപ്പം നിക്കൽ എന്നുള്ള മെറ്റലിൻ്റെ D ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 2, 4, 6, 7, 8. അപ്പോൾ D8, അതുകൂടാതെ 4s 2, അപ്പോൾ D8S2. D8S2 സ്റ്റേറ്റിലിരിക്കുന്ന നിക്കൽ അതുപോലെ തന്നെയാണ് നിക്കൽ കാർബണൈലിലേക്കും വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കൊന്നും മാറ്റാനില്ല, അതുപോലെ തന്നെ ഇവിടെ എഴുതാം. ഇനി നിക്കലിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലിഗാൻഡ് അടുത്ത് വരുമ്പോൾ നിക്കലിന് എന്താണ് മാറ്റം വരുന്നത് നോക്കിക്കേ. ഈ 2 S ഓർബിറ്റലിൽ കിടക്കുന്ന 2 ഇലക്ട്രോണിനെ പുഷ് ചെയ്ത് അകത്തെ D ഓർബിറ്റലിനകത്തേക്ക് കയറ്റും. ശ്രദ്ധിക്കുക, നിക്കൽ നോർമൽ സ്റ്റേറ്റിൽ D8S2 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാണ് കാണപ്പെടുന്നത്. നിക്കൽ അതിൻ്റെ കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതത് നോക്കും ഏത് ലിഗാൻഡാണ് അതിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇവിടെ നിക്കൽ ടെട്രാ കാർബണൈലിൽ CO കാർബണൈൽ ഗ്രൂപ്പാണ് ലിഗാൻഡ്, അതൊരു സ്ട്രോങ് ലിഗാൻഡാണ്. അപ്പോൾ ആ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വെളിയിൽ കിടക്കുന്ന 2 ഇലക്ട്രോണിനെ പുഷ് ചെയ്ത് അകത്തേക്ക് മാറ്റിക്കൊണ്ട് ഇത്രയും ഓർബിറ്റൽസിനെ ഫ്രീ ആക്കും.
അതാണ് സംഭവിക്കുന്നത്. ഈ 2 ഇലക്ട്രോൺ അകത്തേക്ക് പോകുമ്പോൾ ഇതും പെയർ ആവും, ഇതും പെയർഡ് ആവും. ഈ രണ്ടെണ്ണം അല്ലേ, ഒന്നിവിടെ വരും, ഒന്നിവിടെ വരും. അപ്പോൾ ഇത് രണ്ടും പെയർഡ് ആവും. ഈ ഷെല്ല് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്ത് പറ്റും? എസും 3 പിയും ഫ്രീ ആവും. ഇത് sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമാവും. അങ്ങനെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ടാവും. അതിലേക്ക് 4 കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് വരും. കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണിനെ കൊടുത്തോണ്ടാണ് വരുന്നത്. ആ ഇലക്ട്രോൺസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറയുമ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് അത് വിധേയമാവുന്നത് നിക്കല്. അപ്പോൾ sp3 നടന്നു കഴിഞ്ഞാൽ ജോമെട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ്. Nickel tetracarbonyl has a tetrahedral geometry with the bond length of 1.5 angstrom. ഇനി നമ്മൾ ഇപ്പം കണ്ടതേ ഉള്ളൂ, നിക്കലിനകത്തെ എല്ലാ ഇലക്ട്രോൺ പെയർസും പെയർഡ് ആണ്. നിക്കൽ ടെട്രാകാർബണൈലിൽ അൺപെയർഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ പോലും ഇല്ല, എല്ലാം പെയർഡ് ആണ്. ഈ 2 എണ്ണം വെച്ചാണ് എല്ലാ ഓർബിറ്റൽസിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു കോമ്പൗണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് പാര ആവുന്നത്. ഇത് എല്ലാം പെയർഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം ദിസ് മോളിക്യൂൾ ഇസ് ഹാവിങ് എ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ. ഇനി ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3, ഇതിന്റെ സ്ട്രക്ചർ ടെട്രാഹിഡ്രൽ. ഇതാണ് ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ. നിക്കൽ ഇവിടെ ഇരിക്കുന്നു, 3 കാർബണൈൽ ഗ്രൂപ്പ് പിരമിഡൽ രീതിയിൽ താഴേക്ക്, ഒരെണ്ണം മുകളിലേക്ക്. ഇതാണ് ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ. ഇനി നിക്കൽ ടെട്രാ കാർബണൈലിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുമ്പോൾ ഇതൊരു കളർലെസ് ലിക്വിഡാണ്. ഈ പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻസ് സഹിതം വേണം പഠിക്കാൻ. ഇതതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നിക്കൽ ടെട്രാ കാർബണൈൽ ഒരു കളർലെസ് ലിക്വിഡാണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് -25 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിന്റ് 43 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇത് ഡീകമ്പോസ് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് 180 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നിക്കലും കാർബണൈൽ ഗ്രൂപ്പായിട്ട് ഡീകമ്പോസ് ചെയ്ത് മാറുന്ന ടെമ്പറേച്ചർ റേഞ്ചാണ് ഞാൻ പറഞ്ഞത്, 180 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ സോലുബിലിറ്റിയെ പറ്റി പറയുമ്പോൾ അത് വാട്ടറിൽ ഇൻസോലുബിളും ഓർഗാനിക് സോൾവെൻറ്റുകളിൽ, ഓർഗാനിക് സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ ബെൻസീൻ ആവാം, ആൽക്കഹോൾ ആവാം, അങ്ങനെയുള്ള ഓർഗാനിക് സോൾവെൻറ്റുകളിൽ ഇത് സോലുബിൾ ആണ്. ഇനിയുള്ള റിയാക്ഷൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത് പറയാം. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ആസിഡ് കോൺസെൻട്രേറ്റഡ് ആസിഡ്സുമായിട്ടുള്ള റിയാക്ഷനാണ്. അങ്ങനെ ഓർത്തേ നിങ്ങൾ. അപ്പം ഒന്നാമത്തേത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് നിക്കൽ ടെട്രാ കാർബണൈൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത്? അതുപോലെ മോയിസ്റ്റ് നൈട്രിക് ഓക്സൈഡ് മോയിസ്റ്റ് എന്ന് പറയുമ്പോൾ NOയും വാട്ടറും. ഇറ്റ് വിൽ ബി സിമിലർ ടു നൈട്രിക് ആസിഡ്. അപ്പം മോയിസ്റ്റ് നൈട്രിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിക്കൽ കാർബണൈൽ എന്തായിട്ട് മാറും? അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട്, അത് ഗേഷ്യസ് ഫോമിലാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നിക്കൽ ടെട്രാ കാർബണൈൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത്? ഈ 3 ഇക്വേഷൻസും നിങ്ങൾ നോട്ട് ചെയ്യുക. അത് നിങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ എഴുതാം. ഇത് കെമിക്കൽ പ്രോപ്പർട്ടി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 3 എക്സാമ്പിൾ എഴുതാം. ആദ്യം പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടി നിക്കൽ ടെട്രാ കാർബണൈലിൻ്റെ. ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നിക്കൽ ടെട്രാ കാർബണൈൽ കൂടുതലായിട്ടും ഈ മോൺസ് പ്രോസസ്സ്, അതായത് നിക്കലിൻ്റെ എക്സ്ട്രാക്ഷൻ പ്യൂരിഫിക്കേഷൻ, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മോൺസ് പ്രോസസ്സ് എന്ന് ഉപയോഗിക്കുന്നത്. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് നിക്കൽ ടെട്രാ കാർബണൈൽ.